ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആരെയും ഞാൻ മോശമായിട്ട് പറയല്ല. എന്താണ് എത്ര ജീനിയസ് ആയിട്ടുള്ള ഒരു സംവിധായകനായിക്കോട്ടെ ആക്ടർ ആയിക്കോട്ടെ, നമ്മൾ വയസ്സാകും തോറും ആക്ടേഴ്സിന് അത് കുറച്ച് എന്താണ് അത്ര വലിയ ഇതില്ല. പക്ഷെ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വയസ്സാകും തോറും കുറഞ്ഞു വരും. പക്ഷെ ആക്ടേഴ്സിന് അത് വരണമെന്നില്ല. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മരണം വരെയും ഇപ്പൊ അമ്പിളിച്ചേട്ടൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അത് പറ്റും. കാരണം അതാണ് ആക്ടർ എന്ന് പറഞ്ഞാൽ. ഒരു ടാലന്റഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ബോൺ ആക്ടർ അങ്ങനെ ഒരു വാക്ക് പറയത്തില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതത്ര പ്രശ്നമല്ല. അവർക്ക് എന്താ കസേരയിൽ നിന്ന് അല്ലെങ്കിൽ എഴുന്നേക്കാൻ പോലും വയ്യ, നടക്കാൻ പോലും ആ കസേരയിൽ ഇരുന്ന് വീൽ ചെയറിൽ ഇരുന്ന് അഭിനയിക്കാൻ പറ്റും. അച്ഛൻ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അല്ല ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ. ഡയറക്ടർ എന്ന് പറയുന്നത് പ്രായമാകും തോറും അവർ ഇപ്പൊ അതിനൊരു അപവാദമാണ് ഡയറക്ടർ ജോഷി. ഈ ഇതിലും പുള്ളി ഉണ്ടാക്കുന്ന സിനിമകൾ, പുള്ളി എടുക്കുന്ന ഓരോ ഷോട്ടുകൾ വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ അപ്ഡേഷൻ പലതും ചെയ്യാറില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. നമ്മൾ അപ്ഡേറ്റഡ് ആകുന്നില്ല. അങ്ങനെയുള്ള അപ്ഡേഷൻ ചെയ്യുമ്പോഴാണ് അവർ, അല്ലെന്നുണ്ടെങ്കിൽ അവർ പയ്യെ ഈ ബാറ്ററിയുടെ പവർ നശിച്ച് ലാസ്റ്റ് സെല്ല് നശിച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഡയറക്ടർ ജോഷി ഇപ്പോഴും നിൽക്കുന്നു? അദ്ദേഹത്തിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പുള്ളി കാണാത്ത സിനിമകളില്ല. അറിയാം, പുള്ളി കൂടുതലും കാണുന്നത് ബോറ് സിനിമകൾ. അതായത് നമ്മൾ എന്താണ് എങ്ങനെ ബോറ് ചെയ്യരുതെന്ന് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ് പുള്ളിക്ക് അറിയാം. അതാണ് പഠിക്കേണ്ടത്. ഒഴിവാക്കേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ജോഷി സാറിനെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഗുണപാഠം അല്ലേ, ആ വാക്കതാണോ കറക്റ്റ്? അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഗോഡ് ഫാദർ എന്ന രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ്.